ഞാൻ ലഡു പർവത്ത് ഉജ്ജയിനി യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. എൻ്റെ ഉജ്ജയിനിക്കടുത്തുള്ള വീട്ടിൽ നിന്ന് ഹൗസ് വാമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ആളുകൾക്ക് സദ്യ കൊടുക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ആ സദ്യയ്ക്ക് ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. കിളപ്പിച്ചിയുടെ ഫോട്ടോ എൻ്റെ മകൻ്റെ വിവാഹ സൽക്കാരത്തിലൂടെ അനാച്ഛാദനം ചെയ്തതാണ്. അത് ചെയ്തിരിക്കുന്നത് ഇയച്ചേരി സർവോദയ പ്രവർത്തന ഇയച്ചേരി കുഞ്ഞികൃഷ്ണനാണ് ആ ഫോട്ടോ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. കൂടാതെ അന്ന് ആ പരിപാടി അധ്യക്ഷം വഹിച്ചത് പ്രസ്തുത പരിസ്ഥിതി പ്രവർത്തനമായ സൗമിത്ര മാസ്റ്ററാണ്. കൂടാതെ അർസു സാർ, ഗാന്ധിയനായ അർസു സാർ ആശംസ നടത്തിയിരുന്നത്. കൂടാതെ പ്രദീപൻ പാമ്പരിക്കുന്ന് എന്ന ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്ന് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഈ വിഷയത്തിൽ കേളപ്പജിയുടെ ഐത്തോദ്ഘാടനത്തിൽ കേളപ്പജിയുടെ പങ്കെന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ ഈ ഇന്നിപ്പോൾ പറയുന്നത് ഈ ആഴ്ചത്തെ മാതൃ വീക്കിലല്ലേ കേളപ്പജിയെ പറ്റി ഒരു ലേഖനം വന്നിട്ടുണ്ട്. കേളപ്പനിൽ നിന്നുള്ള നാട്ടുവഴികൾ എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. അപ്പോൾ അത് നമ്മളൊക്കെ ഈ നടത്തിയപ്പം നമ്മൾ ഇവിടെ കേളപ്പജി നാടകമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേളപ്പജിയെ പറ്റിയിട്ട് വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ലേഖനം വളരെ സമ്പൂർണ്ണമായ ലേഖനമാണ്. ഡോക്ടർ അരവിന്ദാക്ഷ എഴുതിയാണ്. അത് മാത്രമല്ല നമ്മുടെ വിജയരാഘവൻ ചെല്ലിയെപ്പറ്റി പറഞ്ഞ അഭിപ്രായത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് എന്നിട്ട് അഭിപ്രായം ഇതിനെപ്പറ്റി പറയാനുള്ളത് വെച്ചാൽ ഇത് നമ്മളെ കേളപ്പജിയെപ്പറ്റി ഇങ്ങനെ ഒരു സംശയമുണ്ട്. അതായത് കേളപ്പജി സദാ ഹരിജനോദ്ധാരണം അഥവാ കുടിൽ വ്യവസായം നോക്കിയാണ്. അപ്പോൾ നമുക്കതല്ല വേണ്ടത്, നമുക്ക് തൊഴിലാളി വർഗ്ഗ വിപ്ലവമാണെന്ന് പറഞ്ഞിട്ട് കേളപ്പജി ശിഷ്യന്മാരായ AK ഗോപാലനും പിന്നെ കൃഷ്ണപിള്ളയും തിരുവണ്ണൂർ കോട്ടൺ മില്ലിൽ പോവുകയും ചെയ്തിട്ട് അവിടെ സമരം ചെയ്തൊരു കഥയുണ്ട്. ആ കഥ ഇത് പരാമർശിച്ചില്ല. മാത്രമല്ല നിരവധി ചെറിയ കൊച്ചു ഫാക്ടറി തൊഴിലാളികളാണ് വിപ്ലവത്തിന് മുന്നണി പടയാളികൾ എന്ന ആശയം യൂറോപ്പിൽ സ്വീകരിച്ച് അതേപടി കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ അനന്തരഫലമായിട്ട് കുറേയേറെ ചെറിയ ഫാക്ടറികളിലൊക്കെ ഇവർ സമരം നടത്തി കാലാന്തരത്തിലെ ഫാക്ടറികളൊക്കെ കൂട്ടിപ്പോവുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ആ വിഷയത്തെപ്പറ്റി ഇതിൽ ഈ ലേഖനത്തിൽ ഒരു അരവിന്ദ് സാർ പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേളപ്പജിയുടെ കേളപ്പജി നടത്തിയ പ്രവർത്തനങ്ങൾ പല വിധത്തിലുള്ള പ്രവർത്തനം നടത്തിയ കൂട്ടത്തിൽ അവസാനം ഇയാളും ഈ ഇലക്ഷൻ മത്സരിച്ചല്ലോ. ഈ പരിപാടി കഴിഞ്ഞിട്ട് അവസാനം 1952 പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് കേളപ്പജി മത്സരിക്കുകയും ആദ്യം ആ ഇലക്ഷനിൽ ഇദ്ദേഹം കേളപ്പജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂട്ടുകൂടിയിട്ടാണ് മത്സരിച്ചത്. അത് ഒരു ദോഷം ഉണ്ടാക്കിയ എന്താ വെച്ചാൽ കേളപ്പജിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു അനാസക്ത രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രാഷ്ട്രീയം ഒരു ആസക്തി രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ അനാസക്തി കൂടി യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അനാസക്തി തള്ളിപ്പോവുകയും ആസക്തി മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് കേളപ്പജിക്ക് വലിയ മൂല്യബോധം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു കൂട്ടുകൊണ്ടുണ്ടാക്കിയത്. അപ്പോൾ മാത്രമല്ല ഇന്നിപ്പോൾ കാണുന്ന ഈ ആസക്തി ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആസക്തി വൻതോതിലും വികാസം പ്രാപിച്ചു വരികയാണ്. ഫോർ എക്സാമ്പിൾസ് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഉണ്ടായല്ലോ, അതായത് ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയറും പിന്നെ ബാലുശ്ശേരി MLA തമ്മിലുള്ള ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഒരു ആസക്തി വളർത്തിയെടുത്ത അനന്തരഫലമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ സത്യനാഥൻ മാഷ് മരിച്ചു. മറ്റേ വടകരയുള്ള ഒരാൾ മരിച്ചല്ലോ, അവരൊക്കെ മരിച്ചല്ലോ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും മാർഗത്തിലൂടെ ശക്തി നേടാൻ ചില മാർഗ്ഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ആസക്തി രാഷ്ട്രീയമാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിൽ അതിജീവിതയുടെ കൂടെ ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കാരുടെ അതിജീവിയുടെ കൂടെ അവർക്കെതിരായിട്ടില്ല അവരുടെ കൂടെ അവർക്കെതിരായിട്ട് പ്രവർത്തിച്ച സംഭവം മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഇത്തരത്തിൽ ജീവിതത്തിൽ ആസക്തി ഇങ്ങനെ വളർത്തിയെടുത്തതിൻ്റെ അന്തരഫലമായിട്ടുണ്ടായ സംഭവ വികാസങ്ങൾ. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ സമഗ്രമായ കേരളത്തിൽ പല ഭാഗത്തും പല രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആസക്തി രാഷ്ട്രീയക്കാരെ കൂടെ അനാസക്തി രാഷ്ട്രീയം കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം ആസക്തി രാഷ്ട്രീയക്കാർ വിജയിക്കും. അവർ കൂടെ ശക്തി കിട്ടും. അസംബ്ലിയിലും പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കൂടെ സീറ്റ് കിട്ടും. പക്ഷേ അവർ രാഷ്ട്രീയമായിരിക്കും മുമ്പിൽ നിൽക്കുക. അപ്പോൾ ആ ഒരു സംഭവം കേളപ്പജിക്ക് അന്ന് കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു സംഭവം കൂടി ഉണ്ട്. പിന്നെ മൂന്നാമതൊരു കാര്യം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലേൻ്റെ ഇതുണ്ടല്ലോ, കേളപ്പജിയുടെ സാധാരണ വിമർശനമുള്ള വിഷയമാണ്. അതായത് ഈ കേളപ്പജി അവിടെ മലപ്പുറം ജില്ലയിൽ സമരം നടന്നല്ലോ, ഐത്തോദ്ഘാടനത്തിൽ അമ്പലം നവീകരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ കേളപ്പജിയുടെ തെറ്റില്ല. കാരണം വെച്ചാൽ അവിടെ പണ്ട് അവിടെ ആ ബോർഡുണ്ട്, അവിടെ അമ്പലത്തിൻ്റെ ഒരു ബോർഡ് കെട്ടിയിരുന്നു. ആ ബോർഡ് പറഞ്ഞ മാപ്പിളകളുടെ കാലത്ത് നശിപ്പിക്കപ്പെട്ട അമ്പലമായിരുന്നു. അപ്പോൾ മാപ്പിളല കാലത്ത് നശിപ്പിക്കപ്പെട്ട അമ്പലം കുറച്ച് ആൾക്കാർ വരും ചെയ്തിട്ട് പുനർനിർമ്മാണം ചെയ്യുമ്പോൾ അതിൽ കേളപ്പജി എതിർക്കേണ്ട ആവശ്യമില്ല.
കാരണം ഇപ്പോൾ വാക്മട നമ്മളെ തിരുവനന്തപുരത്തല്ല ഡൽഹിയിൽ ബാർബറി മസ്ജിദ് നടത്തല്ലോ. അപ്പോൾ അവിടെ അത് വീണ്ടും പുനർനിർമ്മാണത്തിന് എല്ലാ മതവിശ്വാസം അതിൽ സഹകരിക്കുക. അതേമാതിരി സംഭവമാണ് മലപ്പുറം നടന്നത്. അതുകൊണ്ട് അതിന് കേളപ്പച്ചിയെ തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി കേളപ്പച്ചിക്ക് ചില തെറ്റ് പറ്റിയെന്ന് പറയാം. പക്ഷെ എങ്ങനെ വെച്ചാൽ മലപ്പുറം ജില്ല ഒരു കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായിട്ട് വന്നിട്ട് ആ സമയത്ത് ഇന്ത്യക്കും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. ഉപദേശിത എന്ന് പറഞ്ഞ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തോ സംഭവമാണ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ കൂടി സപ്പോർട്ടാണ് മലപ്പുറം ജില്ലയിൽ. അതുകൊണ്ട് കേളപ്പയെ സംശയം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേളപ്പയ്യൻ്റെ നിലപാട് ശരിയായിരുന്നില്ല പിൽക്കാലത്ത് തെളിയിച്ചു. കാരണം ഈ മുസ്ലിം ജനവിഭാഗം ഏറ്റവും കൂടുതൽ ദേശീയധാരയിലേക്ക് ഈ മലപ്പുറം ജില്ല മുഖാന്തരം വന്നു. കാരണം ഏറ്റവും ആദ്യം യുവജന ഉത്സവത്തിൽ ഏറ്റവും അധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ഈ മലപ്പുറം ജില്ലയിൽ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളായിട്ടുണ്ടായി. അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അന്ന് കേളപ്പച്ചി അത് പഴയ കാര്യം ഓർത്തുണ്ടാവും. അതുകൊണ്ട് അത് തെറ്റെത്തിയത്ര പിറ്റിയത്. പിന്നെ ഈ കേളപ്പച്ചിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ കാര്യം പറഞ്ഞാൽ ഇവിടെ ഉജ്ജയിനിയിൽ വെച്ചിട്ട് ഒരു 30 ദിവസത്തോളം നമ്മൾ കേളപ്പച്ചിയുടെ ഒരു നാടക ഷൂട്ട് ചെയ്തു ഇവിടെ വെച്ചിട്ട്. കേളപ്പച്ചി ആദ്യമായിട്ട് കേരളത്തിലുണ്ടായ നാടകമാണ് കേളപ്പച്ചിയെ പറ്റിയിട്ട് ഇവിടെ ഉജ്ജയിനിൽ വെച്ച് നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ കേളപ്പച്ചി ഇവിടെ എൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി നടത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ അന്നത്തെ പരിപാടിയിൽ അധ്യക്ഷൻ വഹിച്ച ശോഭീന്ദ്രൻ മാഷാണ്. ശോഭീന്ദ്രൻ മാഷ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വലിയൊരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ഞാനും അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഞങ്ങൾ മരമിച്ച് പിടിപ്പിക്കാൻ പോകുക. നമ്മൾ കുട്ടയമ്മ കുറേ സ്ഥലത്ത് മരമിച്ച് പോകുക. അപ്പോൾ അതിലൊക്കെ ശോഭീന്ദ്രൻ മാഷ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവസാനം പുതുപ്പാടി നെല്ല് കൊയ്യാൻ പോയിരുന്നു. അപ്പോൾ അതിൽ ശോഭീന്ദ്രൻ മാഷ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതിൽ ജിഫ്രിയ എന്ന് പറഞ്ഞ ഒരു മറ്റേ നമ്മുടെ കോഴിക്കോട് ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അതിൽ വന്നിരുന്നു. അപ്പം അങ്ങനെ കുറേ പരിപാടികൾ നമ്മളിവിടെ സഹകരിച്ച വ്യക്തിയാണ് ശോഭീന്ദ്രൻ മാഷ്. ഇപ്പം ഈ ശോഭീന്ദ്രൻ മാഷെ പറ്റിയിട്ട് ഒരു അടുത്ത ദിവസം ശോഭീന്ദ്രൻ മാഷെ പറ്റി ഒരു പരിപാടി നടന്നിട്ടുണ്ട് കോഴിക്കോട്ട്. അതായത് എന്താ വെച്ചാൽ ഒരു യാത്ര ഷാജി എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ അപ്പോൾ അത് ഷാജി എന്ന് പറഞ്ഞ ആളെ ഒരു സംഘടനയുണ്ട്. ഷാജി അപ്പോൾ അദ്ദേഹമാണിത്. ഷാജി എന്ന് പറഞ്ഞ ഫോട്ടോ ആണിത്. ഇത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഫോട്ടോ എന്താ വെച്ചാൽ ഇത് നമ്മളിവിടെ കലീനാഘോഷം നടത്തിയിരുന്നേ. കലീനാഘോഷം നടത്തിയപ്പോൾ ഇഷ്ടമായി ബന്ധപ്പെട്ടാണല്ലോ തെങ്ങ് കയറ്റം. അപ്പോൾ ഇദ്ദേഹം ബാലുശ്ശേരി നാളികേര കമ്പനിയുടെ ചെയർമാനായ സ്ഥലമാണിത്. ഇത് മറ്റേ കോഴിക്കോട് നാളികേര കമ്പനിയുടെ ചെയർമാനായ പ്രദീപ് കുമാറാണ്. ഇത് മറ്റേ സംസ്ഥാന യന്ത്രവർക്ക് തെങ്ങ് കയറ്റ തൊഴിലാളികളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരനാണ്. ഇതാണ് പറഞ്ഞ ഷാജി ഇദ്ദേഹമാണ് പാട്ടുപെട്ടി എന്ന് പറഞ്ഞ നാടൻ കലാകാരൻ. ഇതാ പരിപാടിയിൽ നമ്മുടെ കലിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്താണ്. അപ്പോൾ ഈ പരിപാടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇദ്ദേഹമാണ് ഇപ്പം ആർക്ക് വേണ്ടി മറ്റേ ശോഭീന്ദ്രൻ മാഷ്ക്ക് വേണ്ടിയിട്ട് ഈ വലിയൊരു യാത്ര ഊട്ടിയിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്. 50ഓളം പേര് പോയിട്ടുണ്ട്. ഇവിടുന്ന് പരിസ്ഥിതി സൗഹൃദ യാത്രയാണ് നടത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്മളുമായിട്ടും ഇദ്ദേഹമായിട്ടും ഷാജിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഈ ശോഭീന്ദ്രൻ മാഷ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അന്നത്തെ പരിപാടിയിൽ ഏറ്റവും വലിയ പ്രസംഗം നടത്തിയ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ പുസ്തകമാണിത്. എരി എന്ന് പറഞ്ഞ പുസ്തകം അയാൾ എഴുതിയ പുസ്തകമാണ് എരി. അപ്പോൾ ഇത് പ്രദീപൻ പാമ്പിരിക്കുന്ന് ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളാണ്. അദ്ദേഹം ഒരു എഴുതിയ നോവലാണിത്. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ച് ഒരു ആഴ്ച കഴിയുമ്പോഴേക്കാൾ മരിച്ചു. പിന്നെ അയാൾ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സഹപ്രവർത്തകരെല്ലാവരും കൂടി ഇയാൾ എഴുതിയ നോവൽ എടുത്ത് പുറത്തേക്ക് പ്രസിദ്ധീകരിച്ചിട്ടാണ് ഈ നോവൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ അവരുടെ നവോത്ഥാനം, പറയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിലും ഈ പശുവിൻ്റെ ചത്ത ശവത്തിൻ്റെ ഇറച്ചി നിന്ന ഒരു അത് നിർത്താൻ അദ്ദേഹം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഈ അവരുടെ കൈത്തൊഴിലായ മുള കൊണ്ടുള്ള കൊട്ട, പായ് എന്നിവയോടെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ നവോത്ഥാനം ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു രാമൻ ചാലി എന്ന് പറഞ്ഞാൽ. അയാളെ അവസാനം ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് പോയി ശ്രീനാരായണ ശിക്ഷ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായ വൈകുണ്ഠസ്വാമികളുടെ ഗുരു അയ്യസ്വാമിയുടെ ശിഷ്യത്വം ഇദ്ദേഹം പാമ്പിക്കുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പാക്കനാർ എന്ന് പറയുന്ന ഒരു ഈ പറയ സമുദായത്തിൽ
ഒരു വലിയ വ്യക്തി ഉണ്ടായിരുന്നു. ആ പാക്കനാറിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പാക്കനാറെ പറ്റി അടുത്ത കാലത്ത് നമ്മളൊരു കേരള ശബ്ദത്തിൽ ചെക്കുട്ടി എന്ന പത്രപ്രവർത്തകർ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പാക്കനാറും ബ്രാഹ്മണാധിപത്യത്തിൻ്റെ പാക്കനാർ ഫൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ആ ഉള്ള അന്ന് മുതൽ വലിയ പേര് കിട്ടുള്ള ആളാണ് പാക്കനാർ. അയാളുടെ ഒരു പാരമ്പര്യം ഇയാൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഈ പറയുന്ന ഈ ഇദ്ദേഹമുണ്ടല്ലോ ആര് ഈ പ്രതിയും പാമ്പിട്ടുണ്ട് ഈ വംശത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി കുറച്ചുള്ള അപ്പോൾ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിനെ കുറിച്ചു ഒരുപാട് ഇദ്ദേഹം പ്രവർത്തിച്ചു. അതിനെപ്പറ്റിയാണ് ഈ നോവൽ പറയുന്നത്. വേറെ എനിക്ക് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഭാവിയിൽ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ